നമ്മൾ വളാഞ്ചേരിയിലാണുള്ളത്. വളാഞ്ചേരി റഫീഖ് സാറിൻ്റെ വീട്ടിലാണ്. ഇവിടെ നമ്മളൊരു കോണിക്കൽ ഷേപ്പ് കാർപോർച്ച് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഇവിടെ ഒരു സൺഷെയ്ഡ് അതുപോലെ കാർപോർച്ച് എല്ലാം ടെൻസൈൽ റൂഫിംഗ് ആണ് സജസ്റ്റ് ചെയ്തിരുന്നത്. നമ്മൾ ടെൻസൈൽ റൂഫിൽ വളരെ ഭംഗിയായിട്ട് സാറിൻ്റെ ഒരു വീടിൻ്റെ കളർ തീമും കൂടി അറ്റാച്ച് ചെയ്യുന്ന രൂപത്തിൽ ഇവിടെ ഒരു കോണിക്കൽ ഷേപ്പ്, ഒരു ഗൾഫ് ടച്ച് വരുന്ന ഷേപ്പിൽ നമ്മളൊരു കാർപോർച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. പല കസ്റ്റമേഴ്സും നമ്മോട് ചോദിക്കാറുണ്ട് ഫാബ്രിക്കിൽ കളർ വെറൈറ്റീസ് വരാറുണ്ടോ എന്നുള്ളത്. നമുക്കറിയാം ഇവിടെ നമ്മളൊരു ക്രീം കളറിലാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഈ മതിലിൻ്റെ കളറും സാറിൻ്റെ വീടിൻ്റെ കളറൊക്കെ അറ്റാച്ച് ചെയ്ത് നിൽക്കുന്ന രൂപത്തിലുള്ള ആ പാറ്റേണിലുള്ള ഒരു ക്രീം കളർ പാറ്റേൺ ആണ് നമ്മുടെ ഈ ഒരു കാർപോർച്ചിന് ഇവിടെ സജസ്റ്റ് ചെയ്തിട്ടുള്ളത്. അത് വെച്ചിട്ട് തന്നെയാണ് നമ്മളൊരു കോണിക്കൽ ഷേപ്പിൽ 100% സ്ഥലം വണ്ടി പാർക്ക് ചെയ്യാൻ 100% സ്ഥലം കിട്ടാവുന്ന രൂപത്തിലാണ് ഈ ഒരു കാർപോർച്ച് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. ഫാബ്രിക്കിനോട് മാച്ച് ചെയ്യുന്ന രൂപത്തിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു പോസ്റ്റ് ആണെങ്കിലും അതിൻ്റെ ബാക്കിയുള്ള സ്ട്രക്ചർ വർക്ക് ആണെങ്കിലും എല്ലാം അതിൻ്റെ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഫാബ്രിക് എങ്ങനെയാണോ അതിനോടൊരു മാച്ച് ചെയ്യുന്ന രൂപത്തിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഒറ്റ നോട്ടത്തിൽ നമുക്കെല്ലാം ഒരു ക്രീം കളർ ഒരു വൈബാണ് ഇവിടെ കിട്ടുക. അതായത് സാറിൻ്റെ വീടും ഇതൊക്കെ അറ്റാച്ച് ചെയ്ത് നിൽക്കുന്ന ഒരു രൂപത്തിലാണ് നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഒരു പ്രത്യേകത, നമ്മളിപ്പോൾ ഈ കാർപോർച്ച് ചെയ്ത പോലെ തന്നെ കണ്ടംപററി മോഡലിലാണ് നമ്മളിവിടെ എല്ലാ ടെൻസൈൽ റൂഫിങ്ങും ചെയ്തിട്ടുള്ളത്. ഒരു ഫ്ലാറ്റ് ടൈപ്പ് വീടായതുകൊണ്ട് സ്ട്രൈറ്റ് ലൈൻ മെത്തേഡിൽ വരുന്ന വീടായതുകൊണ്ട് അതേ ഒരു പാറ്റേൺ നമ്മൾ ഇവിടെയും ക്രമീകരിച്ചിട്ടുണ്ട്. ഒരു കണ്ടംപററി സ്റ്റൈൽ എന്നുള്ള രൂപത്തിലാണ് ബാക്കിയുള്ള സൺഷെയ്ഡ് റൂഫിംഗ് ആണെങ്കിലും കാർപോർച്ച് ആണെങ്കിലും നമുക്കറിയാം. അത് കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് സ്ക്വയർ ട്യൂബുകൾ വെച്ചിട്ടാണ് ഒരു സ്ക്വയർ പാറ്റേണിലാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. കാരണം ആ വീടിൻ്റെ ആ ഒരു സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ് ഇവിടെയും കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഇതൊരു സെക്കൻഡറി എൻട്രൻസ് ആണ്. ഒരു മെയിൻ എൻട്രൻസ് അപ്പുറത്തുണ്ട്, ഒരു സെക്കൻഡറി എൻട്രൻസ് ആണ്. അതിൽ സ്റ്റെപ്പുകൾ വരുന്നുണ്ട്. ആ സ്റ്റെപ്പുകളിലേക്ക് വെള്ളം നനയാതിരിക്കുക എന്നുള്ളൊരു പർപ്പസാണ് ഉണ്ടായിരുന്നത്. എന്നാൽ നമ്മുടെ ഈ ഒരു വീടിൻ്റെ പാറ്റേൺ നഷ്ടപ്പെടും ചെയ്യരുത് എന്നുള്ളതായിരുന്നു അതിൻ്റെ ഒരു കൺസെപ്റ്റ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു പാറ്റേൺ ആണ്, ഒരു സ്ക്വയർ പാറ്റേണിലാണ് എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇതേ പാറ്റേണിൽ നമ്മുടെ വീടിൻ്റെ അപ്പുറ സൈഡിൽ ബാൽക്കണിയിൽ ടോപ്പ് റൂഫിൽ നമ്മളൊരു പാറ്റേൺ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ 4 മീറ്ററോളം ഫ്രണ്ടിലോട്ട് പ്രൊജക്ഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ വീടിൻ്റെ ഒരു പാറ്റേൺ ഒരിക്കലും ഒരു തരത്തിലും നഷ്ടപ്പെടാത്ത രൂപത്തിൽ സ്ക്വയർ ട്യൂബ് വെച്ചിട്ടാണ് നമ്മൾ ആ ബാൽക്കണിയിൽ അത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിന് ഹാങ് ചെയ്തുകൊണ്ട് ഒരു SS-ൻ്റെ സ്റ്റെയിൻലെസ് സ്റ്റീൽ റോപ്പ് മുകളിലോട്ട് ഹാങ് ചെയ്ത് നിൽക്കുന്നുണ്ട്. വേറെ പോസ്റ്റുകളോ കാര്യങ്ങളോ ഒന്നും കൊടുക്കാതെ ഫുള്ളായിട്ട് ഏരിയ കവർ ചെയ്തിട്ട് 4 മീറ്ററോളം പ്രൊജക്ഷനാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്.